ലോക റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തുള്ള ജർമ്മനി 41ാം സ്ഥാനത്തുള്ള ഒരു ടീമിനോട് തോറ്റിട്ട് ദയനീയമായിട്ട് നോക്കൗട്ടിൽ വീണ്ടും ഒരു വേൾഡ് കപ്പിൽ പുറത്താവുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഹവേർട്സ്, വിർട്സ്, നാഗൽസ്മാൻ, മുസിയാല എന്നടങ്ങുന്ന ഗംഭീര താരനിരയുള്ള ജർമ്മനി ഫേവറേറ്റ്സുകളിൽ ഒന്ന് തന്നെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ വേൾഡ് കപ്പിന് വന്നത്. എന്നാൽ വിധി അവർക്ക് കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും എന്താണോ ടേസ്റ്റ് കൊടുത്തത് അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്രാവശ്യവും ജർമ്മനിക്ക് കിട്ടിയെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ നമ്മുടെ വീഡിയോയും പരിപാടികളും എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിനുള്ളിൽ പോകാം. ജർമ്മനി വേഴ്സസ് പാരാഗ്വേ മത്സരം. തുടക്കത്തിൽ തന്നെ പാരാഗ്വേയുടെ എഫേർട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു കേട്ടോ, അവർ ഒരു സാധാരണ മത്സരത്തിനല്ല വന്നാക്കുന്നത്. എവിടെയോ അവർക്ക് ജർമ്മനീനെ തകർക്കാനുള്ള ശക്തി ഉള്ളിൽ ഒതുങ്ങിക്കെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് തോന്നിയത്. അങ്ങനെ 42ാമത്തെ മിനിറ്റിൽ ഒരു ഗംഭീര ക്രോസ് ഗലാർസഡേന്ന് വരുന്നു. ബോക്സിൽ നിന്ന് വന്നിറങ്ങിയ ആ പന്ത് കൃത്യമായിട്ട് എൻസിസോ എന്ന് പറയുന്ന പാരാഗ്വേയുടെ പ്ലെയർ ഹെഡ് ചെയ്തിട്ട് ന്യൂ ഇയറിനെ കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിലിടുമ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ളിൽ ജർമ്മൻ ആരാധകർ നിശബ്ദരായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശക്തമായി തിരിച്ചു വരുന്ന ജർമ്മനി നമ്മൾ തിരിച്ചു വരും, എന്തായാലും തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫിൽ കായ് ഹവേർട്സ് ഒരു ഹെഡറിലൂടെ വേർഡ്സിൻ്റെ ബോളിൽ ഹെഡ് ചെയ്തുകൊണ്ട് മറുപടി ഗോളടിച്ച് 1-1 തിരിച്ചു വരുന്നത്. ശരി, ഇത് ജർമ്മനിയാണ്, 4 തവണ വേൾഡ് കപ്പ് എടുത്ത രാജ്യമാണ്, എന്തായാലും പാരാഗ്വേനെ അടിച്ച് പുറത്താക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അല്ലെങ്കിൽ പ്രഡിക്ഷന് എല്ലാം ജർമ്മനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഈ കളിക്ക് മുന്നേ ഇറങ്ങിയത്. എന്നാൽ നാഗൽസ്മാൻ്റെ എല്ലാ ഐഡിയോളജികളും തെറ്റിച്ചുകൊണ്ടായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ. 90 മിനിറ്റ് വരെ, ആ സെക്കൻഡ് ഗോൾ പിറന്നതിന് ശേഷം 90 മിനിറ്റ് വരെ ജർമ്മനി തന്നെയായിരുന്നു ഡൊമിനേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പറയാതെ വയ്യ പാരാഗ്വേയുടെ കീപ്പർ ഗില്ലിൻ്റെ പെർഫോമൻസ്. കിഡിലൻ സേവുകളും ഒരു ഗംഭീര ഷോട്ട് സ്റ്റോപ്പർ ഗോൾ കീപ്പർ തന്നെയാണ് കേട്ടോ ഗില്ല്. അത് കഴിഞ്ഞിട്ട് 90 മിനിറ്റിലെ കൃത്യമായ ഡൊമിനൻസ് പിടിച്ചു നിർത്തിയത് അൽഫാരോ എന്ന് പറയുന്ന പാരാഗ്വൻ കോച്ച് ഉണ്ടാക്കിയ ഡിസിപ്ലിൻഡ് ബാക്ക് ലൈൻ തന്നെയാണ്. മരിച്ച് എന്തു വന്നാലും ഈ കളി വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെയായിരുന്നു പാരാഗ്വേ ഓരോ ബോളും ഡിഫെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ തിരിച്ചടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് അവസാനം മുസിയാല ഇറങ്ങിയിട്ട് പോലും 90 മിനിറ്റ് കഴിയുമ്പോൾ ജർമ്മനിക്ക് ഗോൾ അടിക്കാൻ പറ്റാതെ പോയത്. അങ്ങനെ ഒരു 105ാമത്തെ മിനിറ്റിൽ ടായുടെ ഹെഡർ, ജർമ്മൻ ഡിഫൻഡർ, ഇത് ശരിക്കും ചിലപ്പോൾ ആഴ്സണലിലാണ് ഈ കളി നടക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇത് എന്തായാലും ഗോളായനെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ആഴ്സണൽ ഒരിക്കലും പ്രീമിയർ ലീഗിൽ കപ്പ് എടുക്കില്ല എന്നാണ് മുൻ ലിവർപൂൾ കോച്ച് യുർഗൻ ക്ലോപ്പ് പറഞ്ഞത്. ആ ഒരു ഗോള് വാർ കാരണം റൂൾഡ് ഔട്ടായി പോകുന്നു. കളി വീണ്ടും സമനില. 120 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ 2026 വേൾഡ് കപ്പിൻ്റെ ആദ്യ ഇഞ്ചുറി ടൈം പെനാൽറ്റിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജർമ്മനി ആദ്യത്തെ പെനാൽറ്റി അടിക്കാൻ വരുന്നത് അവരുടെ ഗോൾ സ്കോറർ കായ് ഹവേർട്സ് ആണ്. അയാൾ മിസ്സാക്കിയതോടുകൂടി ജർമ്മൻ ടീം പ്രഷറായി. അതോടൊപ്പം വോൾട്ട്മേഡും ആ ബോള് മിസ്സാക്കിയതോടുകൂടി ജർമ്മൻ ഡഗ്ഔട്ടും ജർമ്മൻ ടീമും ജർമ്മൻ ഫാൻസും കംപ്ലീറ്റ് പ്രഷർ. എന്നാൽ അത് കഴിഞ്ഞിട്ട് 5 പെനാൽറ്റിയുടെ ഉള്ളിൽ ഒരു പെനാൽറ്റി പരാഗ്വേ പുറത്തടിക്കുകയും ഒരു പെനാൽറ്റി ന്യൂ ഇയർ സേവ് ചെയ്തോടും കൂടി അവസാന ശ്വാസം എന്ന പോലെ ന്യൂ ഇയർ ആ പെനാൽറ്റി സേവ് ചെയ്തോടുകൂടി ജർമ്മൻ ഫാൻസിന്, ജർമ്മൻ ആരാധകർക്ക് ഒരു പ്രതീക്ഷ വരികയാണ്. അങ്ങനെ അതാ സഡൻ ഡെത്തിലേക്ക് ഈ ടൂർണമെൻറ്റിലെ ആദ്യ പെനാൽറ്റി സഡൻ ഡെത്തിലേക്ക് മൂവ് ചെയ്യുന്നു. സഡൻ ഡെത്തിൽ ജർമ്മനിയുടെ കിക്ക് എടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, അവരുടെ ഗോള് റൂൾ ഔട്ടായി പോയ അവരുടെ ഡിഫൻഡർ ടാ അത് നേരെ പുറത്തേക്ക് അടിച്ച് കളയുന്നതും പാരാഗ്വേക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, വൃത്തിയായി ആ ബോള് പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റുക. ഹോസെ കനാലെ എന്ന് പറയുന്ന പാരാഗ്വേയുടെ പ്ലെയർ കിഡിലനായിട്ട് ആ ബോൾ ഫിനിഷ് ചെയ്തിട്ട് കോർണർ ഫ്ലാഗിലേക്ക് ഓടിയപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവാണ്. ഈ വേൾഡ് കപ്പിലെ ദ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഷോക്ക് ജർമ്മനിക്ക് ലഭിക്കുകയാണ്. 2014 വേൾഡ് കപ്പിന് ശേഷം 3 വേൾഡ് കപ്പുകളായി സെക്കൻഡ് റൗണ്ട് ക്വാളിഫൈ ആകാതെ ജർമ്മനി വീർപ്പ് മുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ഒരു ഭാഗത്ത് ഇത് ബ്രസീലിനെ 7-1 തകർത്ത ശാപമാണെന്ന് ഒരു പേര്, മറ്റുള്ളവർ ഓസിലിൻ്റെ ശാപമാണെന്ന്. എന്നിരുന്നാലും നാഗൽസ്മാൻ പറഞ്ഞത് ഒരു കാര്യമാണ്, പാരാഗ്വേ പോലത്തെ ഒരു ടീമിനെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി മുതൽ ഒരു ടോപ്പ് ടയർ ടീമല്ല എന്നാണ്. എല്ലാവരും ഈ ഒട്ടുമിക്ക ജർമ്മനിയിലെ എല്ലാ പ്ലെയേഴ്സും നല്ല ക്ലബ്ബുകളിൽ യൂറോപ്പിൽ കളിക്കുന്നവരാണ്. വിഡ്സ് ലിവർപൂള്, ഹവേർട്സ് ആഴ്സണൽ, റൊഡിഗർ റയൽ മാഡ്രിഡ്, ഈ ടാ എന്ന് പറയുന്നവൻ ബയൺ മ്യൂണിക്കിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വോൾട്ട്മേഡ് ന്യൂ കാസിൽ, ഇപ്പോൾ അതാ ഒരു ബ്രൗൺ, അവരുടെ എമർജിങ് പ്ലെയർ ബ്രൗണിനെ ബയൺ സൈൻ ചെയ്തു. ഇത്രയും നല്ല പ്ലേയേഴ്സ്, മാനുവൽ ന്യൂയർ, അയാളുടെ അവസാന വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് കണ്ണീരോടെ ഒരു മാറ്റവും, കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ ജർമ്മനിക്ക് എന്തായിരുന്നോ വിധി, അതേ വിധി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജർമ്മനിക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജർമ്മനി വേൾഡ് കപ്പിൽ ഇനി മുന്നോട്ട് പോവാത്തത്, എന്തായിരിക്കും ജർമ്മനിയുടെ അടുത്ത വേൾഡ് കപ്പിലെ നീക്കങ്ങൾ, ഇനി ജർമ്മനിക്ക് വേൾഡ് കപ്പിലെ പണ്ടത്തെ ആ ആധിപത്യം നിലനിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ വീഡിയോ തീരുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വെക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ മത്സരം കണ്ടവർ ഹാർട്ട് ബ്രേക്ക് അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആൻഡ് ഐ എം സോറി ഫോർ ജർമ്മൻ ഫാൻസ്. വീണ്ടും ഒരു ഹാർട്ട് ബ്രേക്ക്, വീണ്ടും ഒരു വേൾഡ് കപ്പ്. പക്ഷേ നിങ്ങൾ കളിച്ചിട്ടില്ല. ജർമ്മനി നിങ്ങൾ വിചാരിച്ചത്ര നിങ്ങളുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ടുള്ള കളി നിങ്ങൾ വരാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പുറത്തായത്. എന്താണ് ജർമ്മനി പുറത്താവാനുള്ള കാരണം? അവരുടെ ടീം സ്പിരിറ്റ് ആണോ, കോച്ചാണോ, അതോ പ്ലേയേഴ്സിൻ്റെ ഈഗോ ആണോ, എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈവൻ ഇറ്റ് ക്യാൻ ബി എ കേഴ്സ് ഓഫ് ബ്രസീൽ ഓർ മെസൂട്ട് ഓസിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പാക്കലാം.